എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല. അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളും ഡയബറ്റീസാണ്, കാലിലൊരു മുറിവുണ്ടായ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു. ആ ടൈമിലൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഉമ്മയോട് അന്വേഷിക്കലുണ്ട്, ഉമ്മ വരലുണ്ടോ, അപ്പോൾ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും. 2 പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വിട്ടു, മോനുള്ളത് ഗൾഫിലാണ്. അപ്പോൾ അത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാറില്ല, ഒന്നെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രാത്രി കിടക്കില്ല. അത് കാലിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നുന്നതിന് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ ആ ചേച്ചീനെ കണ്ടു. ഞാൻ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ എനിക്ക് ആ ചേച്ചീനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു, വണ്ടി നിർത്തുന്നത്. അങ്ങനെ അവർ നിർത്തിയിട്ട് ഞാൻ ചേച്ചീനോട് ചോദിച്ചു, എവിടെയായിരുന്നു ചേച്ചി, കുറേ കാലമായല്ലോ കണ്ടിട്ട്, എന്താ വിശേഷം എന്ന്. എടുത്ത വഴിക്ക് എന്നോട് പറയുകയാണേ, നിൻ്റെ കയ്യിലും ഫോണൊക്കെ ഇല്ലേ, നിനക്കെന്നൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ, എന്നെ ഇവിടെ കാണുമ്പോൾ മാത്രം നിനക്കൊരു സ്നേഹം, എല്ലാം എനിക്ക് മനസ്സിലാവേണ്ടത്. ഞാൻ ഒരുമാതിരി പ്ലെങ്ങിട്ടോ സത്യം. കാരണം ഐ ആസ് ദാറ്റ് ഔട്ട് ഓഫ് ലവ് ഫോർ ഹെർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ. മൂപ്പർക്ക് ഇനി എൻ്റെ ഉള്ളിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ആ നേരത്ത് വേറെ എന്തെങ്കിലും ആലോചിച്ച് വരുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞതാണോ, അതോ ഇനി ഞാൻ എന്തെങ്കിലും അറിയാതെ ചേച്ചിക്ക് സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തു പോയി കാണുമോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരുമാതിരി പ്ലിങ്ങായി. ഇത് ഓട്ടോക്കാരൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് ശരി ചേച്ചി, ഓക്കെ ബായ് എന്ന് തന്നെ ഞാൻ പോന്നു. പക്ഷേ സംഭവം എനിക്കിതെങ്ങനെയെങ്കിലും ഓട്ടോക്കാരൻ്റെ മുന്നിൽ ഞാൻ വലിയ മെയിനായതല്ല കേട്ടോ, ഞാനത് വേണമെന്ന് വെച്ച് ചോദിച്ചത് തന്നെയാണ്. അപ്പം ഞാൻ ഓട്ടോക്കാരനോട് വയ്യായിരുന്നു, പാവം അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കണത്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഒപ്പിച്ചു. എന്നാലും ആ ചേച്ചി എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല ഗൈസ്.